കൺസെപ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഫീമെയിൽ പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള PSC ചോദ്യപേപ്പറിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 51 ചോദ്യം. ലഘൂകരിക്കുക. 36 പ്ലസ് 9 ഇൻറ്റു 2/3 മൈനസ് 5 സ്ക്വയർ. ഇതിന്റെ ഉത്തരമാണ് എഴുതുന്നത്. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 19, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 16. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ 36 പ്ലസ് 9 ഇൻറ്റു 2/3 മൈനസ് 5 സ്ക്വയർ എന്നാണ്. ഇതിൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ അനുസരിച്ചാണ്. അപ്പോൾ ആ റൂൾ പ്രകാരം ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ടേമാണ് 9 ഇൻറ്റു 2/3. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 6. ദെൻ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 വരുന്ന ടേം 36നോടാണ് നമ്മൾ അഡീഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 36 പ്ലസ് 6 42 ആണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് വരുന്ന ബാക്കിയുള്ള ടേം മൈനസ് 5 സ്ക്വയർ ആണ്. അപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ 42 മൈനസ് 5 സ്ക്വയർ ഈക്വൽ ടു 17 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി 17. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം ഡിവിഷന്റെ ഒരു ടേം ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ദെൻ സബ്സ്ട്രാക്ഷൻ. 52 ചോദ്യം. P Qയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ Q Pയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? P Qയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ Q Pയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ 80%, ഓപ്ഷൻ ബി 75%, ഓപ്ഷൻ സി 70%, ഓപ്ഷൻ ഡി 85%. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് P Qവിനേക്കാൾ 5% കൂടുതലാണെന്നാണ്. അതായത് ഇപ്പോൾ Q എടുക്കുകയാണെങ്കിൽ Qവിന്റെ 5 ടൈംസ് ആയിരിക്കും P. അപ്പോൾ നമുക്ക് P ഈക്വൽ ടു 5Q എന്ന് പറഞ്ഞു എഴുതാം. അതോടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ Q എന്നുള്ള ടേം നമ്മൾ 1 കൺസിഡർ ചെയ്യാന്ന് വെക്കാം. അപ്പോൾ Q ഈക്വൽ ടു 1 എന്ന് ചെയ്യുമ്പോൾ P എന്നുള്ള ടേം P ഈക്വൽ ടു 5Q ആണ്. അപ്പോൾ 5 ഇൻറ്റു 1 ഈക്വൽ ടു P ഈക്വൽ ടു 5 എന്ന ഡിജിറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എത്ര ശതമാനം ചെറുതാണെന്നാണ്. അപ്പോൾ ചെറുത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ P മൈനസ് Q ആണ് ചെയ്യുന്നത്. ഇവിടെ Q നമ്മൾ ഓൾറെഡി 1 അസ്യൂം ചെയ്തിട്ടുണ്ട്. P നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 5 എന്നുള്ളതിൽ. അപ്പോൾ 5 മൈനസ് 1 എന്ന രീതി ചെയ്യുമ്പോൾ P മൈനസ് Q ഈക്വൽ ടു 4 എന്ന് കിട്ടും. എന്നിട്ട് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ വരുന്നത് P മൈനസ് Q ഡിവൈഡഡ് ബൈ P ഇൻറ്റു 100. ആ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ P മൈനസ് Q ആയിട്ട് 4ഉം P ആയിട്ട് നമ്മൾ 5ഉം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 4/5 ഇൻറ്റു 100. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 80 ആണ് കിട്ടുക, 80%. അപ്പം എപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ A ഈക്വൽ ടു 80% ആണ്. 53. A, B എന്നിവ 4:5 എന്ന അനുപാതത്തിലും B, C എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ A, C എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? A by B ഈക്വൽ ടു 4/5 എന്നും B by C ഈക്വൽ ടു 20/30 എന്നും ആണെങ്കിൽ A by C എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 4:13, ഓപ്ഷൻ ബി 9:15, ഓപ്ഷൻ സി 8:13, ഓപ്ഷൻ ഡി 8:15. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ A by B ഈക്വൽ ടു 4/5 എന്നും B by C ഈക്വൽ ടു 20/30 എന്നും പറയുന്നുണ്ട്. ഇത് തമ്മിൽ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ A by B ഇൻറ്റു B by C. ഇതിൽ ബിയും ബിയും ടേം കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ ആയിരിക്കും A by C. അതായത് ഇവിടുത്തെ 4/5ഉം ഇവിടുത്തെ 20/30യും കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും A by Cയുടേത്. അതായത് 18/15 എന്ന ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ആണ് ഓപ്ഷൻ ഡി 8/15. 54 ചോദ്യം. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്?
രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. ഇവിടെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. വേഗത വെലോസിറ്റി എപ്പോഴും നമ്മൾ ദൂരം ബൈ സമയമാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ ദൂരം 400 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, സമയം 36 സെക്കൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗത കാണാൻ, വെലോസിറ്റി കാണാൻ 400/36 ചെയ്യുക. ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം 11.11. പക്ഷെ ഇവിടെ 400 മീറ്ററും 36 സെക്കൻഡും ആണ്. അപ്പൊ നമ്മുടെ വേഗത നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 11.11 മീറ്റർ പെർ സെക്കൻഡിലാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ആക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും 40 കിലോമീറ്റർ പെർ അവർ. 55 ലഘൂകരിക്കുക. 8⁻²/3 into 27⁻²/3. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 32, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ ഡി 40. ഉത്തരം ഓപ്ഷൻ ബി 36. 56 തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏത്? 289:20, 625:? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 27, ഓപ്ഷൻ സി 29, ഓപ്ഷൻ ഡി 28. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 28 ആണ്. 57 ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏത് ആയിരിക്കും? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ബുധനാഴ്ച. ഇതെങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 65നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതായിരിക്കും 9. അപ്പോൾ 9 × 7 വരുമ്പോൾ 63 ദിവസങ്ങൾ കഴിഞ്ഞു പോകും. 63-ാം ദിവസം തിങ്കളാഴ്ചയായിരിക്കും. പിന്നെ 2 ദിവസം വരും. ആ 2 ദിവസം തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ. 65-ാം ദിവസം ബുധനാഴ്ചയായിരിക്കും. ഉത്തരം ഓപ്ഷൻ എ ബുധൻ. 58 വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ നമുക്കറിയാം 1 മണിക്കൂർ, അതായത് ഇപ്പോൾ 1 മണി മുതൽ 2 മണി വരെ സൂചി നീങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിഗ്രിയാണ് 30 ഡിഗ്രി. 1 മണിക്കൂറിന്റെ ഇടയിലുള്ള ഡിഗ്രി സമയമാണ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 7 മണി മുതൽ 10 മണി വരെ കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര ഡിഗ്രി കോണളവാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. 7 മണി മുതൽ 10 മണി വരെ നമുക്ക് 3 കോണളവായിരിക്കും ഉണ്ടാവുക. അപ്പം 3 × 30 90 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ ബി 90 ഡിഗ്രി. 59 അടുത്ത സംഖ്യ ഏത്? ഇതൊരു പാറ്റേൺ പ്രോബ്ലം ആണ്. അടുത്ത സംഖ്യ ഏത്? 6, 12, 36, 144 ഡാഷ്. 6, 12, 36, 144 ഡാഷ്. ഓപ്ഷൻ എ 720, ഓപ്ഷൻ ബി 1152, ഓപ്ഷൻ സി 288, ഓപ്ഷൻ ഡി 576. അപ്പോൾ ഇതൊരു പാറ്റേൺ ചോദ്യം ആയതുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ രണ്ടാമത്തെ ഡിജിറ്റായ 12 വരുന്നത് 6 × 2 ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. മൂന്നാമത്തെ സംഖ്യയായ 36 വരുന്നത് 12 × 3 ചെയ്യുമ്പോഴാണ്. നാലാമത്തെ സംഖ്യയായ 144 വരുന്നത് 36 × 4 ചെയ്യുമ്പോഴാണ്. ഇവിടെ അടുത്ത സംഖ്യയുടെ ഒപ്പം നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ 144 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 144 × 5 ആ ടേം ആണ് വരുന്നത്, അഞ്ചാമത്തെ ടേം. അപ്പോൾ ഉത്തരം വരുന്നത് 720 ആണ്. ഓപ്ഷൻ എ 720. 60-ാം ചോദ്യം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏത്?
താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ട സംഖ്യ ഏത്? ഓപ്ഷൻ എ 125, ഓപ്ഷൻ ബി 729, ഓപ്ഷൻ സി 343, ഓപ്ഷൻ ഡി 123. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 123 ആണ്. ബാക്കിയുള്ള എല്ലാ സംഖ്യകളും മറ്റു സംഖ്യകളുടെ ക്യൂബുകളാണ്. ഓപ്ഷൻ ഡി 123 മാത്രമാണ് ക്യൂബ് അല്ലാത്തതായിട്ടുള്ള ഒരു സംഖ്യ വരുന്നത്. 61-ാം ചോദ്യം. ഇനി മുതൽ ഇംഗ്ലീഷ് ആണ്. 61-ാം ചോദ്യം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. ഓപ്ഷൻ എ സംതിങ് ഇമ്പോസിബിൾ, ഓപ്ഷൻ ബി വീക്ക് പേഴ്സൺ, ഓപ്ഷൻ സി ആൻ അരിസ്ട്രോക്രാറ്റ്, ഓപ്ഷൻ ഡി എ ഫണ്ണി ഒബ്ജക്റ്റ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആൻ അരിസ്ട്രോക്രാറ്റ് എന്നാണ്. ഈ ബ്ലൂ ബ്ലഡ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് സംതിങ് ദാറ്റ് ഇസ് നോബിൾ എന്നൊരു അർത്ഥമാണ്. എ നോബിൾ പേഴ്സണാലിറ്റി, എ നോബിൾ ബ്ലഡ്, അങ്ങനെയൊക്കെയാണ് ആ ഒരു വേർഡിന്റെ മീനിങ് വരുന്നത്. 62. If I had known you were in hospital, I dash you. Options: option A would visit, option B would visited, option C would have visited, option D would have visit. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വുഡ് ഹാവ് വിസിറ്റ്. അപ്പൊ സെന്റൻസ് എങ്ങനെയായിരിക്കും? ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ, ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. 63. Find out the correct answer. This is an achievement. Dash I am proud. This is an achievement. Dash I am proud. Option A which, option B who, option C whose, option D of which. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓഫ് വിച്ച്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും: ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. 64. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസസ്. ഡോണ്ട് ടച്ച് മീ, ഹി സെഡ് ടു ഹെർ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ he asked her whether to touch him. He asked her whether to touched him. He told her not to touch him. He told her don't touch me. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, he told her not to touch him. 65-ാം ചോദ്യം. The thunder gradually dash and its rumbling is heard far away beyond the village. Option A abate, option B abates, option C rotound, option D rotounds. Answer is option B abates. 66. Identify the antonym of the underlined word. The company made an enormous profit last year. Option A massive, option B colossal, option C immense, option D diminutive. Answer option D diminutive. 67-ാം ചോദ്യം. Identify the affirmative sentence. Option A there is hardly anything good in the fridge. Option B there are few snakes in the garden. Option C the boys do daring task. Option D he had scarcely enough money. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, the boys do daring tasks. 68-ാം ചോദ്യം. Nobody knows the answer dash. Option A do they, option B does they, option C don't they, option D shall we. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡു ദേ. ഇപ്പോൾ സെന്റൻസ് ഇങ്ങനെയായിരിക്കും വരാം: നോബഡി നോസ് ദ ആൻസർ, ഡു ദേ. 69. ചൂസ് ദ കറക്റ്റ് വേർഡ്. സൈമിൾട്ടേനിയസ് എന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 70. എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ഓപ്ഷൻ എ ആസ്ട്രോണമർ, ഓപ്ഷൻ ബി ആസ്ട്രോണട്ട്, ഓപ്ഷൻ സി ആസ്ട്രോളജിസ്റ്റ്, ഓപ്ഷൻ ഡി ആസ്ട്രോണജിസ്റ്റ്. കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ ആസ്ട്രോണമർ. എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് ആർ നോൺ ആസ് ആസ്ട്രോണമർ. 71. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ
വൃഷ്ടി, ഓപ്ഷൻ ബി വൃഷ്ട്രി, ഓപ്ഷൻ സി വൃഷ്ടി, ഓപ്ഷൻ ഡി വൃഷ്ടി. ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 72. സംവൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏത്? സംവൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി സുവൃദ്ധം. 73. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുരുഷലിംഗ ജോഡി ഏത്? ഓപ്ഷൻ എ വിദ്വാൻ വിദൂഷി, ഓപ്ഷൻ ബി പത്നി പതി, ഓപ്ഷൻ ഡി ലേഖകൻ ലേഖക, ഓപ്ഷൻ ഡി മകൻ മകൾ. തെറ്റായ സ്ത്രീ പുല്ലിംഗ ജോഡി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ലേഖകൻ ലേഖക ആണ് തെറ്റായ ജോഡി. 74. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏത്? ഒഴിച്ചുകൂടാനാവാത്തത്. ഓപ്ഷൻ എ അത്യാവശ്യം, ഓപ്ഷൻ ബി അനിഷേധ്യം, ഓപ്ഷൻ സി അത്യാപേക്ഷിതം, ഓപ്ഷൻ ഡി അനിവാര്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അത്യന്താപേക്ഷിതം. 75. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. ഓപ്ഷൻ എ അയാൾ, ഓപ്ഷൻ ബി അയാൾ, ഓപ്ഷൻ സി അവൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അയാൾ. 76. താഴെ പറയുന്നവയിൽ അലിംഗം ബഹുവചനം അല്ലാത്തത് ഏത്? അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പണിക്കർ, ഓപ്ഷൻ ബി മകൾ, ഓപ്ഷൻ സി ഭാരതീയൻ, ഓപ്ഷൻ ഡി ആൺമക്കൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആൺമക്കൾ. 77. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ശരീരം എന്ന വാക്കിന്റെ 1. ഗാത്രം മേനി, 2. കായം വപുസ്, 3. ആകൃതി രൂപം. ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. 78. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏത്? ഓപ്ഷൻ എ ശ്വാസം നിലയ്ക്കുക, ഓപ്ഷൻ ബി അത്യന്തികം വിഷമിക്കുക, ഓപ്ഷൻ സി ചക്രം ചവിട്ടുക, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അത്യന്തികം വിഷമിപ്പിക്കുക. 79. പിരിച്ചെഴുതുക. അത്യന്തം. അത്യന്തം പിരിച്ചെഴുതുമ്പോൾ ഏതാണ് ശരിയായ പദം നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതി പ്ലസ് അന്തം, അത്യന്തം. 80. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ. ഓപ്ഷൻ എ മുൻഗണന, ഓപ്ഷൻ ബി ആമുഖം, ഓപ്ഷൻ സി ഉത്തരവ്, ഓപ്ഷൻ ഡി ശീർഷകം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആമുഖം. 81. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം. അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏത്? ഓപ്ഷൻ എ 1989, ഓപ്ഷൻ ബി 1991, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1997. ഉത്തരം ഓപ്ഷൻ ബി 1991. 82. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി മലപ്പുറം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മലപ്പുറം. 83. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകൾ ഉണ്ട്? പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകൾ ഉണ്ട്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. ഉത്തരം ഓപ്ഷൻ സി 2. 84. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ഉത്തരം ഓപ്ഷൻ എ 3 മാസം, ഓപ്ഷൻ ബി 1 മാസം, ഓപ്ഷൻ സി 6 മാസം, ഓപ്ഷൻ ഡി 2 വർഷം.
ഉത്തരം ഓപ്ഷൻ സി 6 മാസം. 85. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി. ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായ, ഓപ്ഷൻ ബി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ഓപ്ഷൻ സി അജിത് കുമാർ MR, ഓപ്ഷൻ ഡി എച്ച് വെങ്കടേഷ്. ഉത്തരം ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായ. 86. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചവയാണ്. ഓപ്ഷൻ ബി മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. ഓപ്ഷൻ സി മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണയിക്കുന്നു. ഓപ്ഷൻ ഡി മനുഷ്യാവകാശങ്ങൾ നിയമപരമായവയല്ല, ധാർമ്മികമായവ മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. 87. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഓപ്ഷൻ എ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ബി ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ, സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഡി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. ഉത്തരം ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 88. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. ഓപ്ഷൻ ബി വോട്ടവകാശം, നികുതി, തൊഴിൽ. ഓപ്ഷൻ സി മതപരമായ അവകാശങ്ങൾ. ഓപ്ഷൻ ഡി സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. 89. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതുവരെ. ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതുവരെ. ഓപ്ഷൻ സി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെ. ഓപ്ഷൻ ഡി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നതുവരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി ആയി കണക്കാക്കപ്പെടുന്നത്. 90-ാം ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഓപ്ഷൻ എ കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തുനിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. ഓപ്ഷൻ ബി അംഗം മാനസികമോ ശാരീരികവുമായ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഓപ്ഷൻ സി ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നു എങ്കിൽ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. 91-ാം ചോദ്യം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? ഓപ്ഷൻ എ വകുപ്പ് 4, ഓപ്ഷൻ ബി വകുപ്പ് 6, ഓപ്ഷൻ സി വകുപ്പ് 8(1), ഓപ്ഷൻ ഡി വകുപ്പ് 10. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് 8(1). 92. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ഓപ്ഷൻ എ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക താൽപര്യം സംരക്ഷിക്കാൻ. ഓപ്ഷൻ ബി വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. ഓപ്ഷൻ സി സർക്കാരിന്റെ രഹസ്യരേഖകൾ സംരക്ഷിക്കാൻ. ഓപ്ഷൻ ഡി വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. 93. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി പ്രതിപക്ഷ നേതാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രധാനമന്ത്രിയാണ്. 94-ാം ചോദ്യം. വിവരാവകാശ നിയമം
വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏതു തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം, ഓപ്ഷൻ ബി സർക്കാർ രേഖകളുടെ പകർപ്പവകാശം, ഓപ്ഷൻ സി സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം, ഓപ്ഷൻ ഡി പ്രസാധകരുടെ പകർപ്പവകാശം മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ക്യാൻസൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 95-ാം ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ. ഓപ്ഷൻ ബി പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ. ഓപ്ഷൻ സി ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽസ്. ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മേൽ പറഞ്ഞവയെല്ലാം. 96. ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആക്രമണോത്സുകത, ഓപ്ഷൻ ഇ മാനസിക സമ്മർദ്ദം, ഓപ്ഷൻ സി അഭിപ്രേരണ, ഓപ്ഷൻ ഡി ബുദ്ധി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മാനസിക സമ്മർദ്ദം. 97. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? ഓപ്ഷൻ എ ഈഡ്, ഓപ്ഷൻ ബി ഈഗോ, ഓപ്ഷൻ സി സൂപ്പർ ഈഗോ, ഓപ്ഷൻ ബി ലിബിഡോ. ഉത്തരം ഓപ്ഷൻ ബി ഈഗോ. 98. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനറ്റിക്സ് എന്നത് എന്താണ്? ഓപ്ഷൻ എ കണക്ക് കൂട്ടാനുള്ള കഴിവ്, ഓപ്ഷൻ ബി ഭാഷാ ഉപയോഗം, ഓപ്ഷൻ സി പ്രകൃതി നിരീക്ഷണം, ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. 99. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ അമിത ആനന്ദം, ഓപ്ഷൻ ബി ഭയം, സംഘർഷം, ചിന്ത, ഓപ്ഷൻ സി ശാരീരിക ശക്തി, ഓപ്ഷൻ ഡി ഉറക്കം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭയം, സംഘർഷം, ചിന്ത. 100. അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ്? അഭിപ്രേരണ. ഓപ്ഷൻ എ ഉറക്കം വർദ്ധിപ്പിക്കാൻ, ഓപ്ഷൻ ബി പ്രവർത്തിക്കാനുള്ള പ്രചോദനം, ഓപ്ഷൻ സി രോഗനിർണയം, ഓപ്ഷൻ ഡി ഓർമ്മ മായ്ച്ചു കളയൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രവർത്തിക്കാനുള്ള പ്രചോദനം. ഇതോടെ ഈ ചോദ്യപേപ്പർ അവസാനിച്ചിരിക്കുന്നു.